ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇപ്പോൾ അർച്ചന അവന്തികയും കൊണ്ട് വഴിപാടുകൾ ചെയ്യാനായി കൊണ്ടുപോയിരിക്കുകയാണ്. വളരെയധികം കഠിനമേറിയ വഴിപാടുകൾ തന്നെയായിരുന്നു അത്. അർച്ചന മനഃപൂർവ്വം അവന്തികയ്ക്കിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് അഗ്നിക്കാവടിയാണ് എന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ഇപ്പോൾ അവന്തികയ്ക്ക് ചെറിയൊരു സംശയം. ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നതിൽ ഇവൾക്ക് ചെറിയ സന്തോഷമുണ്ടോ, അതോ എനിക്ക് വെറുതെ തോന്നിയതാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അവന്തിക. അങ്ങനെ ഇപ്പോൾ അവന്തികയുടെ തോളിലേക്ക് ഒരു തുണി കൊണ്ട് ഒരാൾ കൊണ്ടിടുന്നുണ്ട്. അവിടെ എന്നിട്ട് കാവടിയും എടുത്തുകൊണ്ട് കൊടുക്കുന്നു. നല്ല വെയിറ്റ് ഉണ്ട് ആ കാവടിക്ക്. അവന്തികയ്ക്ക് ഇപ്പോൾ നല്ല വെയിറ്റ് തോന്നുന്നുണ്ട്. സാരമില്ല, നല്ല വെയിറ്റ് ഉണ്ട്, ദേവി കാത്തോളം, കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ അർച്ചന പറയുന്നു. അങ്ങനെ ഇപ്പോൾ ആ കനലിലൂടെ കാവടിയും എടുത്ത് നടക്കാൻ തുടങ്ങുകയാണ് അവന്തിക. ഇത് കണ്ട് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് അർച്ചന. അവന്തിക കനലിൻ്റെ മുകളിൽ കാലെടുത്ത് വെച്ചതും പെട്ടെന്ന് തന്നെ പൊള്ളലേൽക്കുന്നു. അതുപോലെ തന്നെ കാലിപ്പോൾ തിരിച്ചു വലിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് നിന്റെ വേദനകൾ നിനക്ക് 10 മടങ്ങ് പൊള്ളും. അത്രമാത്രം നീ ഒരുപാട് പേരുടെ മനസ്സും ജീവിതവും നശിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ അർച്ചന മനസ്സിൽ വിചാരിക്കുകയാണ്. ഈ സമയം അവന്തിക ഇപ്പോൾ തിരുമേനി പറഞ്ഞ കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. ഉഗ്രമൂർത്തികൾ പ്രസാദിച്ചാൽ മാത്രമേ ഈ കടമ കടക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ആ കാര്യം ആലോചിച്ചുകൊണ്ട് ഇനി എന്തും വരട്ടെ എന്ന് വിചാരിച്ച് അത്രയും വേദന സഹിച്ച് കനലിലൂടെ നടക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ വളരെയധികം കഷ്ടപ്പെട്ട് ആ കനലിലൂടെ കാവടിയും എടുത്ത് നടക്കുകയാണ് അവന്തിക. ഇതൊക്കെ കണ്ട് അർച്ചന വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കാലുപൊള്ളിയിട്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുന്നുണ്ട് അവന്തിക. എന്നാൽ തിരിഞ്ഞു നടക്കരുത്, വഴിപാട് പൂർത്തിയായില്ലെങ്കിൽ ദോഷമാണെന്ന് തിരുമേനി പറയുന്നു. അങ്ങനെ വീണ്ടും അവന്തിക നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഒരാൾ വന്ന് അവന്തികയെ സഹായിക്കുന്നുണ്ട്. കൈപിടിച്ച് വലിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നു. അവന്തിക ചെയ്ത ഓരോ ദ്രോഹങ്ങളാണ് ഈ സമയം ഇപ്പോൾ അർച്ചനയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. എനിക്ക് പറ്റില്ല എന്ന് അവന്തിക പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അവന്തിക, കാല് പൊള്ളിക്കാതെ വേഗം നടന്നോളൂ എന്ന് അർച്ചന പറയുന്നു. അങ്ങനെ ഒരുവിധം അവന്തിക നടക്കുകയാണ്. അങ്ങനെ മുന്നിലേക്ക് ചെന്ന് അവിടെ വീഴുന്നു. അവിടെ ബോധം കെട്ട് വീഴുകയാണ് അവന്തിക. അവന്തിക എന്ന് വിളിച്ചുകൊണ്ട് അർച്ചന വേഗം തന്നെ അവന്തികയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അവന്തികയുടെ കാൽവെള്ള രണ്ടും പൊള്ളിയിരിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവന്തികയ്ക്ക് ബോധം വന്നിരിക്കുകയാണ്. എഴുന്നേക്ക് അവന്തിക എന്ന് അർച്ചന പറയുന്നുണ്ട്. അങ്ങനെ അവന്തിക എഴുന്നേൽക്കുന്നു. ഈ തീർത്ഥം കുടിച്ചോളൂ, എല്ലാ വേദനയും മാറും എന്ന് തിരുമേനി പറയുന്നുണ്ട്. എന്നിട്ട് ആ തീർത്ഥം അവന്തികയുടെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. സമൃദ്ധി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ കാല് എന്നൊക്കെ ഇങ്ങനെ വളരെയധികം സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അവന്തിക പറയുമ്പോൾ, എന്തായാലും നേർച്ച മുടക്കം വരാതെ പൂർത്തിയായല്ലോ, അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് അർച്ചന പറയുന്നു. മൂർത്തി വണ്ടിയെടുക്കുക, എന്നെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, എന്തൊരു നീറ്റല, എൻ്റെ കാല്, എന്തൊരു വേദനയായത് എന്നൊക്കെ ഇങ്ങനെ അവന്തിക പറയുന്നു. അവന്തികയ്ക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ അനിയത്തിയെ ദ്രോഹിക്കാൻ ശ്രമിച്ചതിന്, നെല്ലിശ്ശേരി കുടുംബത്തെ വഴിയാധാരമാക്കാൻ ശ്രമിച്ചതിന്, എൻ്റെയും സച്ചിയേട്ടൻ്റെയും ജീവിതം തകർത്തതിന്, എല്ലാത്തിനും നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതും 10 മടങ്ങായിട്ട്. നിന്റെ ജീവിതത്തിലെ നാശം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് അർച്ചന. ശേഷം കാണിക്കുന്നത് ഗൂഗിളിനെയാണ്. ഗൂഗിൾ ഇങ്ങനെ ഹാളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് അർച്ചന വരുന്നത്. അർച്ചനയോട് ഗൂഗിൾ ചോദിക്കുന്നുണ്ട്, താനിത് എവിടെ പോയിരിക്കുമായിരുന്നു എന്ന്. അമ്പലത്തിൽ പോയതാണ് എന്ന് അർച്ചന പറയുന്നു. കഴിഞ്ഞ ദിവസം താൻ അമ്പലത്തിലേക്ക് പോയതല്ലേ, എന്ത് പറ്റി, താൻ എന്തെങ്കിലും വ്രതമെടുക്കുന്നുണ്ടോ എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോൾ ഉടനെ അർച്ചന പറയുന്നുണ്ട്, ഇതെൻ്റെ കാര്യത്തിനല്ല, അവന്തികയുടെ കൂടെ പോയതാണ് എന്ന് അർച്ചന പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞിരുന്നതല്ലേ, ഗൂഗിൾ മറന്നുപോയോ എന്നും ചോദിക്കുന്നുണ്ട്. താൻ എന്തിനാവശ്യമില്ലാതെ അവന്തികയോടൊപ്പം ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോൾ, അന്ന് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ശിവയോഗിയുടെ ആശ്രമത്തിൽ പോയതല്ലേ, അതിനുശേഷം എസ്റ്റേറ്റിലെ ആ ക്ഷേത്രത്തിലും പോയതല്ലേ, പിന്നെന്താ ഇപ്പോൾ എന്താ പറ്റിയത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ, തനിക്കിവിടെ അധികം സുഹൃത്തുക്കളില്ല, ഉള്ളതിൽ അവന്തിക മാത്രമാണെന്ന് എനിക്കറിയാം. ആദ്യം അവന്തികയുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല കമ്പനിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നെ അവരെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ അത് നല്ലതല്ല എന്നൊരു തോന്നൽ, ഞാനത് തന്നോട് പറയുകയും ചെയ്തു. എടോ, ആ കമ്പനി തനിക്ക് നല്ലതിനല്ല. ആ സച്ചിയുടെ ഫാമിലിയോട് അവർ ചെയ്ത ദ്രോഹങ്ങൾ തനിക്കും അറിയാവുന്നതല്ലേ എന്നൊക്കെ ഗൂഗിൾ ചോദിക്കുമ്പോൾ, അതൊക്കെ അവന്തികയുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ, നമ്മളതിൽ തലയിടുന്നത് എന്തിനാ, അവന്തിക എന്നോട് കൂടെ ചെല്ലാമോ എന്ന് ചോദിച്ചു. ഞാൻ ചെല്ലാമെന്നും പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് പോയി, അത്രയേ ഉള്ളൂ എന്ന് അർച്ചന പറയുന്നു. അവരത്ര നല്ല സ്ത്രീയൊന്നുമല്ല, അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നത് തൻ്റെ ഇഷ്ടം, പക്ഷേ എനിക്ക് അവരുമായി മുന്നോട്ട് യോജിച്ച് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിൾ ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. അവന്തികയുടെ ഗൂഗിളിന് ഇത്രയും വെറുപ്പുണ്ടോ? കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി അവന്തികയെക്കുറിച്ച് കൂടുതൽ പഠിച്ചതല്ലേ, അപ്പോൾ തീർച്ചയായും വെറുപ്പ് കാണും. എന്തായാലും എൻ്റെ കാര്യത്തിൽ ഗൂഗിളിന് സംശയമില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു. ശേഷം സമയം ഇപ്പോൾ രാത്രിയായിട്ടുണ്ട്. ഈ സമയം അർച്ചനയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. വിളിക്കുന്നത് കാഞ്ചനയായിരുന്നു, അനിരുദ്ധൻ്റെ മകൾ.
എന്ത് തീരുമാനിച്ചു എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇതിനുവേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണെന്ന് പറയുന്നുണ്ട് കാഞ്ചന. ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമായല്ലോ എന്ന് കാഞ്ചന ചോദിക്കുമ്പോൾ വിശ്വാസമായി. നിങ്ങൾ പറഞ്ഞതുപോലെ എന്ത് വേഷവും കെട്ടി ഞങ്ങൾ ആ വീട്ടിൽ കയറുമെന്ന് കാഞ്ചന ഇപ്പോൾ പറയുന്നുണ്ട്. അതാണ് വേണ്ടത് എന്ന് അർച്ചനയും പറയുന്നു. ഞങ്ങൾ എന്താണ് വേണ്ടത്? ചേച്ചിയുടെ അല്ല സോറി മേഡത്തിൻ്റെ എന്ന് കാഞ്ചന പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്. വിളിച്ചത് മാറ്റാൻ നിൽക്കണ്ട, ചേച്ചി എന്ന് തന്നെ വിളിച്ചാൽ മതി. നിന്നെപ്പോലെ ഒരു അനിയത്തി എനിക്കുമുണ്ട് എന്ന് അർച്ചന പറയുന്നു. താങ്ക് യു ചേച്ചി. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചേച്ചി പറഞ്ഞില്ലല്ലോ എന്ന് കാഞ്ചന ചോദിക്കുമ്പോൾ പറയാം. നാളെ തന്നെ നിങ്ങൾ ആ വാടക വീട് ഒഴിയുന്നു എന്ന് അർച്ചന പറയുന്നുണ്ട്. നാളെയോ? ഞങ്ങൾ പിന്നെ എങ്ങോട്ട് പോകും എന്ന് കാഞ്ചന ചോദിക്കുമ്പോൾ ഉടനെ അർച്ചന പറയുന്നുണ്ട്, നാളെ തന്നെ നമ്മൾ തമ്മിൽ കാണുന്നു, ബാക്കി കാര്യങ്ങൾ നാളെ പറയാമെന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വയ്ക്കുകയാണ്. ഈ സമയം അർച്ചനയുടെ അടുത്തേക്ക് രാജീവ് വരുന്നുണ്ട്. കാഞ്ചനയുടെ കോളാണ്. അവൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നും എന്ന് അർച്ചന പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, കാഞ്ചന വളരെ സ്മാർട്ടായ കുട്ടിയാണ്, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാകും, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ തീരുമാനിക്കാം എന്നൊക്കെ ഇങ്ങനെ രാജീവ് പറയുന്നത് കേട്ട് ശിശിര ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. ശിശിര അവർ സംസാരിക്കുന്നത് ആ ഒരു ഭാഗം കേട്ടുകൊണ്ടാണ് വരുന്നത്. അവർ രണ്ടുപേരും ഇപ്പോൾ ശിശിര വരുന്നത് കാണുകയും ചെയ്യുന്നുണ്ട്. രണ്ടുപേർ അപ്പോൾ തീരുമാനമെടുത്തു അല്ലേ? എന്ത് തീരുമാനം എടുത്തത് എന്ന് ശിശിര ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, നിന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുന്നതിനെ പറ്റിയാണ് തീരുമാനിച്ചത്. അത് ഞാൻ സമൃദ്ധയോട് പറയുകയായിരുന്നു എന്ന് രാജീവ് പറയുമ്പോൾ ഇത് കേട്ട് പെട്ടെന്ന് തന്നെ ശിശിരയുടെ മുഖം വാടുന്നു. ഉടനെ ഇപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, എന്തിനാ രാജീവ് വെറുതെ ശിശിരേച്ചിയെ വേദനിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ വളരെ സീരിയസ് ആയി പറഞ്ഞതാണെന്ന് പറയുന്നു. ശിശിരേച്ചി, രാജീവ് വെറുതെ ചേച്ചിയെ പറ്റിക്കാൻ പറയുന്നതാണ്, ഞങ്ങൾ വേറൊരു കേസിൻ്റെ കാര്യം സംസാരിക്കുകയായിരുന്നു എന്ന് അർച്ചന ശിശിരയോട് പറയുമ്പോൾ ശിശിര പറയുന്നുണ്ട്, വല്ലവരും കേസ് തോറ്റതിന് നിങ്ങൾ സംസാരിക്കുന്നത് എന്തിനാ? അത് നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും എന്ന് രാജീവ് ശിശിരയോട് പറയുന്നുണ്ട്. എനിക്കൊന്നും അറിയണ്ട, ഞാനെല്ലാം അറിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ദേഷ്യത്തോടെ ശിശിര ഇപ്പോൾ താഴേക്ക് പോകുന്നു. അങ്ങനെ ഇപ്പോൾ രാജീവും അർച്ചനയും കൂടി ശിശിരയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് രാജീവ് പറയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവനും അവന്തികയുടെ ആ ഒരു കാര്യങ്ങൾ മാത്രമാണ്, അർച്ചനയെ സഹായിക്കുക എന്നത് മാത്രമാണ്. സമൃദ്ധ നാളെ നമ്മൾ കാഞ്ചനയും അമ്മയും കാണുന്നു, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് രാജീവ് ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ പിറ്റേ ദിവസമായിരിക്കുന്നു. കാഞ്ചനയും അമ്മയും വെയിറ്റ് ചെയ്ത് രാജീവും അർച്ചനയും കൂടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അങ്ങനെ അവർ സംസാരിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വ്യക്തമായൊരു പ്ലാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ അവന്തികയെ വീഴ്ത്താൻ സാധിക്കൂ എന്ന് അർച്ചന പറയുന്നു. അവന്തികയുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ആ വീടിനകത്ത് കയറണമെന്ന് പറയുന്നത് എന്ന് രാജീവ് പറയുമ്പോൾ അത് മനസ്സിലായി. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് കാഞ്ചന ചോദിക്കുന്നു. രാജീവ് എല്ലാം പറഞ്ഞു തരുമെന്ന് അർച്ചന പറയുന്നു. ആദ്യം അറിയാത്തതുപോലെ അവന്തികയുടെ അടുത്ത് അഭയം തേടണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളുമെല്ലാം വിശദമായിപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാജീവ്. അവന്തികയുടെ രഹസ്യങ്ങൾ കണ്ടെത്താൻ കാഞ്ചനയെ പോലെ ഒരാൾ വിചാരിച്ചാൽ നടക്കുമെന്ന് അർച്ചന പറയുന്നു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം രാജീവിനൊരു കോൾ വരുന്നു. ഒരു മേലുദ്യോഗസ്ഥൻ തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു കേസ് വന്നിട്ടുണ്ട്, അവിടേക്ക് അർജൻറ്റായി ഇപ്പോൾ രാജീവിന് പോയേ പറ്റൂ, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചാൽ മതി, ശരി എന്നാൽ എന്ന് പറഞ്ഞ് രാജീവ് ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇപ്പോൾ അർച്ചന അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് സച്ചി വരുന്നു. സച്ചിയോടൊപ്പം കമലയും ആതിരയും സ്നേഹയും അനഘയും കുട്ടികളും അങ്ങനെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അവർ ഫാമിലിയോടൊപ്പം ആഹാരം കഴിക്കുന്നതിന് വേണ്ടി ആ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അർച്ചന ഇത് കണ്ട് വളരെയധികം ടെൻഷനോടെ ഇരിക്കുന്നു. എന്ത് പറ്റി ചേച്ചി, എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ കാഞ്ചന ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. സച്ചി ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് ഓർഡർ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. സച്ചിയും കമലയും ഒക്കെ കാണാതിരിക്കാൻ വേണ്ടി തന്നെ ഇപ്പോൾ കൈകൊണ്ട് മറിച്ച് അർച്ചന അവിടെ ഇരിക്കുന്നുണ്ട്. ആരതി ചേച്ചിയെ കൂടി വിളിക്കാമായിരുന്നു അല്ലേ എന്ന് ആതിര ചോദിക്കുമ്പോൾ, നീ വിളിച്ചു നോക്കൂ എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറയൂ എന്ന് കമലയും പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇത് കേട്ട് അർച്ചന ഇപ്പോൾ ഫോൺ സൈലൻ്റ് ആക്കി വെക്കുന്നു. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഫോണിൽ വിളിച്ചുകൊള്ളാമെന്ന്. മോളുടെ ധൈര്യത്തിലാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് കാഞ്ചനയുടെ അമ്മ അർച്ചനയോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ കാഞ്ചനയും അമ്മയും അവിടെ നിന്ന് പോവുകയാണ്. അർച്ചന ഇപ്പോൾ ഒരു മറവിൽ മറഞ്ഞു നിൽക്കുകയാണ് അവർ കാണാതിരിക്കാൻ വേണ്ടി. ഈ സമയം അവിടേക്ക് ആരതി വരുന്നു. ആരതി ഒരു കേക്കുമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചേച്ചി എന്താ ലേറ്റ് ആയത് എന്ന് ചോദിക്കുമ്പോൾ ഓർഡർ ചെയ്ത കേക്ക് കിട്ടാൻ ലേറ്റായി എന്ന് ആരതി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ കേക്കൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ആരതി. എന്നിട്ട് കേക്ക് കട്ട് ചെയ്ത് വിജയം ആഘോഷിക്കാനുള്ള പ്ലാനാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇപ്പോൾ അർച്ചന. അങ്ങനെ ആയിഷയെ അവർ വിളിക്കുന്നുണ്ട്. ആയിഷ ചേച്ചിയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ അവർ പറയുന്നു. ആതിര പറയുന്നുണ്ട്, മോനും ആരതി മോളും കൂടി കേക്ക് കട്ട് ചെയ്താൽ മതി,
കേസ് ജയിക്കാൻ നിങ്ങളല്ലേ കഷ്ടപ്പെട്ടത് എന്ന് കമല ചോദിക്കുമ്പോൾ അത് വേണ്ട, കേക്ക് കട്ട് ചെയ്യേണ്ടത് അമ്മയാണ് എന്ന് ആരതി പറയുന്നു. അങ്ങനെ ഇപ്പോൾ സച്ചിയും ആരതിയും കമലയും കൂടി കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ട് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് അർച്ചന. കുട്ടികൾക്ക് 2 പേർക്കും കേക്ക് കൊടുക്കുന്നുണ്ട് കമല. അങ്ങനെ എല്ലാവർക്കും സച്ചി കേക്ക് കൊടുക്കുന്നു. പിന്നീട് ആരതിക്ക് ഇങ്ങനെ കേക്ക് വായിൽ വെച്ച് ആരതിയുടെ വായിലേക്ക് കേക്ക് വെച്ച് കൊടുക്കുന്നത് അർച്ചന കാണുന്നുണ്ട്. അത് കണ്ടിട്ട് അർച്ചനയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.